കേരളത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു പ്രത്യേകതയുള്ള ജില്ലയുണ്ട്, പത്തനംതിട്ട. ഇവിടെ വിശ്വാസവും പ്രകൃതിയും ഒന്നായി ചേരുന്നു. അപ്പോ ഇന്ന് നമുക്ക് ആ നാടിന്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി വന്നാലോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ വായു കിട്ടുന്നൊരിടം, അതേ സ്ഥലം തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണെങ്കിലോ? കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നുന്നില്ലേ? ഈയൊരു പ്രത്യേകതയാണ്, അല്ലെങ്കിൽ ഈ വൈരുദ്ധ്യമാണ് പത്തനംതിട്ടയെ വേറിട്ട് നിർത്തുന്നത്. അപ്പോ ഈ പത്തനംതിട്ട എന്ന പേരിന് പിന്നിൽ എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സംഗതി സിമ്പിളാണ്. 2 മലയാളം വാക്കുകൾ ചേർന്നതാണിത്. പത്തനം പിന്നെ തിട്ട. രണ്ടും കൂടെ ചേരുമ്പോൾ നദീതീരത്തുള്ള വീടുകളുടെ നിര എന്നാണ് അർത്ഥം. അച്ചൻകോവിലാറിന്റെ കരയിലുള്ള ഈ നാടിനെ എത്ര ചേർന്ന പേരാണല്ലേ? ശരി, ഇനി നമുക്ക് ഈ ജില്ലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിലേക്ക് വരാം. ഇന്ത്യയുടെ തീർത്ഥാടന തലസ്ഥാനം എന്നൊരു പേരുണ്ട് പത്തനംതിട്ടയ്ക്ക്. വെറുതെയല്ല, കേരളത്തിലെ തീർത്ഥാടന ടൂറിസത്തിന്റെ ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് തന്നെ പറയാം. അപ്പോ എന്തുകൊണ്ടാണ് ഈ പേര് വന്നത്? നമുക്ക് നോക്കാം. അതിനുള്ള ഉത്തരം ഒന്നേ ഉള്ളൂ: ശബരിമല. ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഹബ്ബാണ് പത്തനംതിട്ട. അതുകൊണ്ടുതന്നെയാണ് ഈ നാടിനെ തീർത്ഥാടന തലസ്ഥാനം എന്ന് വിളിക്കുന്നതും. സിമ്പിൾ. പക്ഷേ ഒരു കാര്യം, പത്തനംതിട്ടയുടെ ആത്മീയത ശബരിമലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കേട്ടോ. പല മതങ്ങളും വിശ്വാസങ്ങളും ഒരുമിച്ചു പോകുന്ന മതസൗഹാർദ്ദത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഈ നാട്. അതെങ്ങനെയെന്നല്ലേ? ഇവിടത്തെ കണക്കുകൾ നോക്കിയാൽ മതി. ഏകദേശം 57% ഹിന്ദുക്കളും 38%-ലധികം ക്രിസ്ത്യാനികളും ഇവിടെയുണ്ട്. ഈ 2 വലിയ സമൂഹങ്ങളും ഇവിടത്തെ സംസ്കാരത്തിന് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ്. അതിനൊരു അടിപൊളി ഉദാഹരണം വേണോ? മാരാമൺ കൺവെൻഷൻ കേട്ടിട്ടുണ്ടാവല്ലേ? പമ്പാ നദിയുടെ തീരത്ത് എല്ലാ വർഷവും നടക്കുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനങ്ങളിലൊന്നാണിത്. അതിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് നോക്കിക്കേ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സമ്മേളനങ്ങളിലൊന്ന് എന്നാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഊഹിക്കാമല്ലോ, പത്തനംതിട്ടയുടെ കാര്യത്തിൽ ഇതൊരു ചെറിയ സംഭവമല്ല. ഇനി കേൾക്കണം. ഇതേ പമ്പയുടെ തീരത്ത് തന്നെയാണ് പ്രശസ്തമായ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനും നടക്കുന്നത്. കണ്ടില്ലേ? ഒരേ നദിയുടെ തീരത്ത് 2 വലിയ വിശ്വാസ സമ്മേളനങ്ങൾ. ഇതാണ് ഞാൻ പറഞ്ഞ മതസൗഹാർദ്ദം. അപ്പോൾ ഈ ജനത്തിരക്കും വിശ്വാസത്തിന്റെ ആരവവുമൊക്കെ ഒരു വശത്ത്, ഇനി നമുക്ക് പത്തനംതിട്ടയുടെ മറ്റൊരു മുഖം കാണാം. പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ പ്രകൃതിയുടെ ഒരു ലോകം. വിശ്വസിക്കാൻ പറ്റുമോ? പത്തനംതിട്ട ജില്ലയുടെ നേർപകുതി, അതായത് 50% കാടാണ്. ഇടതൂർന്ന വനങ്ങൾ. ആ ഒരൊറ്റ കണക്ക് മതി ഇവിടുത്തെ പ്രകൃതി എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ. ഈ പച്ചപ്പിനൊരു ഗുണമുണ്ട്. എന്താണെന്നല്ലേ? 2014 ലോകാരോഗ്യ സംഘടന, അതായത് WHO, ഒരു പഠനം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ വായു എവിടെയാണെന്നറിയാമോ? പത്തനംതിട്ടയിൽ. ഇത്രയധികം തീർത്ഥാടകർ വന്നിട്ടും പ്രകൃതിയെ ഇവർ എത്ര നന്നായി നോക്കുന്നു എന്നതിന് ഇതിലും വലിയൊരു തെളിവ് വേണോ? അപ്പോൾ ഈ കാടുകളിൽ ആരാണുള്ളതെന്നറിയണ്ടേ? കടുവകൾ, ആനകൾ, സിംഹവാലൻ കുരങ്ങുകൾ, കാട്ടുപോത്തുകൾ, നമ്മുടെ മലമുഴക്കി വേഴാമ്പലുകൾ, അങ്ങനെ ഒരു വലിയ ജീവികളുടെ നിര തന്നെയുണ്ട്. അപ്പോൾ വിശ്വാസമായി, പ്രകൃതിയായി, ഇനി നമുക്ക് പത്തനംതിട്ടയുടെ സാംസ്കാരിക പൈതൃകത്തിലേക്കൊന്ന് നോക്കാം. കലയും കളികളും ചരിത്രവുമെല്ലാം ചേർന്നൊരു ലോകം. പ്രത്യേകിച്ച് ആറന്മുളയെക്കുറിച്ച് പറയാതെ പത്തനംതിട്ടയുടെ കഥ പൂർത്തിയാവില്ല. ആറന്മുളയ്ക്ക് 2 മുഖങ്ങളുണ്ട്. ഒന്ന്, പമ്പയാറ്റിൽ ആവേശം നിറയ്ക്കുന്ന വള്ളംകളി. അത് ഉത്സവമാണ്, കൂട്ടായ്മയാണ്. ഇനി മറുവശത്ത് നോക്കിയാലോ? ലോകം മുഴുവൻ അറിയുന്ന ആറന്മുള കണ്ണാടി. അതൊരു കലയാണ്, നൂറ്റാണ്ടുകളുടെ രഹസ്യം സൂക്ഷിക്കുന്ന ഒരു കരവിരുത്. ശരി, അപ്പോ വിശ്വാസം, പ്രകൃതി, സംസ്കാരം ഇതെല്ലാം ചേരുന്ന ഈ നാട്ടിലെ ആളുകളോ? അവർക്കുമുണ്ട് ചില പ്രത്യേകതകൾ. എന്താണെന്ന് നോക്കിയാലോ? ഇവിടുത്തെ ആളുകളെപ്പറ്റി പറയുമ്പോൾ ആദ്യം പറയേണ്ടത് ഇതാണ്. ഇവിടുത്തെ സാക്ഷരതാ നിരക്ക് 96.55%. കേരളത്തിൽ തന്നെ 2ാമത്തെ ഉയർന്ന നിരക്കാണിത്. വിദ്യാഭ്യാസം ഇവിടുത്തുകാർക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്നത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ. ഇനിയുമുണ്ട് പ്രത്യേകത. ഇവിടുത്തെ സ്ത്രീ പുരുഷാനുപാതം നോക്കൂ. ഓരോ 1000 പുരുഷന്മാർക്കും 1132 സ്ത്രീകൾ. കേരളത്തിന്റെ ശരാശരിയേക്കാൾ മുകളിലാണ് ഇത്. ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അത് ഈ നാടിന്റെ സാമൂഹിക വളർച്ചയുടെ ഒരു അടയാളം തന്നെയാണ്. അപ്പോ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ? ഒരു വശത്ത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന തീവ്രമായ വിശ്വാസം, മറുവശത്ത് ഇന്ത്യയിലെ ഏറ്റവും ശുദ്ധമായ വായുവുള്ള പ്രകൃതി, കൂടെ ഉയർന്ന വിദ്യാഭ്യാസവും സാമൂഹിക പുരോഗതിയും. ഇന്നത്തെ ലോകത്ത് ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെയാണൊരു നാടിന് സാധിക്കുന്നത്? ഒരുപക്ഷേ പത്തനംതിട്ട തന്നെയാണ് അതിനുള്ള ഏറ്റവും നല്ല ഉത്തരം.